السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഖബർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഭയാണ്. ഖബർ ഒറ്റക്ക്, നരകം പോലെയല്ലല്ലോ ഖബർ, ഒറ്റക്ക് കഴിയണമല്ലോ. ആ ഖബറിൽ രക്ഷപ്പെടുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ ശരീരം മണ്ണ് തിന്നാത്ത വിഭാഗങ്ങൾ, 10 വിഭാഗങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കപ്പെടുമ്പോൾ നാം ആ വിഭാഗത്തിൽ പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരാരൊക്കെയാണെന്നും ഖബറിൽ രക്ഷപ്പെടുന്ന വിഭാഗം ഏതെന്നും വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ കിട്ടുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്നിന്ന് പലരും മരണപ്പെട്ടു പോകുന്നുണ്ട്. ചില മരണങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരു ഖബറിൽ ഒരു മയ്യത്തിൽ മറമാടി വീണ്ടും അതേ ഖബറിൽ മറമടാൻ വേണ്ടി ഖബർ മാന്തുമ്പോൾ ഇന്ന് മറമാടിയതുപോലെ കഫൻ പുടവക്ക് പോലും ഒരു പോറ് നിൽക്കാതെ ഒരുപാട് മരണങ്ങൾ കണ്ട് അത്ഭുതം കണ്ട് ഞെട്ടിപ്പോയ ഒരുപാട് അനുഭവസ്ഥർ ഇന്നുമുണ്ട്. നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. പലരും പല നാടുകളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയാറുണ്ട്. ആ സുഗന്ധം പോലും മായാതെ നിൽക്കുന്ന ചില ഖബറുകളുണ്ട്. ചില മയ്യത്തിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിൽ മണ്ണിൽ ഹറാമാക്കിയിരിക്കുന്നു. ഹറമ ജസദുല്ലാഹ്, അവർക്കുള്ള ശരീരത്തെ അള്ളാഹു മണ്ണിൽ ഹറാമാക്കിയിരിക്കുന്നു. മണ്ണ് ആ ശരീരത്തെ തിന്നൂല. അവർക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ചില ആളുകൾ ഖബറിന് രക്ഷപ്പെടുന്നത് ചില കാരണങ്ങളെ കൊണ്ടാണ്. ഈ 10 വിഭാഗത്തിൽ പെടാത്ത ചിലരുമുണ്ട്. അത്ഭുതകരമായി രക്ഷപ്പെടുന്നവരൊക്കെയുണ്ട്. അതിന് ഒരുപാട് സംഭവ ചരിത്രങ്ങൾ കിതാബുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അബുൽ യസീദുൽ ബിസ്താമി റളിയല്ലാഹുവിന്റെ ഒരു സംഭവമുണ്ട്. 10 വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഈ വിഭാഗങ്ങളും പെടും, 10ൽ പെടാത്ത ചില വിഭാഗങ്ങളുണ്ട്. അവരിൽപ്പെട്ട ചില വിഭാഗങ്ങൾ ഇത്തരക്കാരാണ്. അബുൽ യസീദുൽ ബിസ്താമി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖബറിൽ പോകണല്ലോ, മരിക്കണല്ലോ, മുൻകർ നക്കീർ വരുമല്ലോ, ചോദ്യം ചെയ്യപ്പെടുമല്ലോ, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പരലോകത്തെ ജീവിതത്തെക്കുറിച്ച് വെപ്രാളത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് വല്ലാത്ത മനവേദനയോടുകൂടി അവര് പരലോകം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. മുൻകർ നക്കീർ വരും, ചോദ്യം ചെയ്യും, എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. എന്നോട് ഞാൻ മുൻകർ നക്കീർ ചോദിച്ചാൽ അവർ ഞെട്ടിപ്പിക്കുന്ന മറുപടി ഞാൻ അങ്ങ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കുക? കാരണം ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ ഇങ്ങനെ മുൻകർ നക്കീർ വന്നു, താങ്കൾ അത്രക്കുള്ള മറുപടി പറയുന്നത് നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ നിങ്ങൾ വരണം. എന്നെ ദഫൻ ചെയ്തു എല്ലാവരും പിരിഞ്ഞു പോയാൽ നിങ്ങൾ പിരിഞ്ഞു പോകരുത്, നിങ്ങൾ അവിടെ നിൽക്കണം. മുൻകർ നക്കീർ വരുന്നത് വരെ നിങ്ങൾ നിൽക്കണം. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ആളുകളെല്ലാം മറമാടി എല്ലാവരും പിരിഞ്ഞു പോയി. ആ സമയത്ത് ഈ 2 പേർ അവിടെ നിന്നു. അതാ മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നു. മർ റബ്ബുക, മർ റബ്ബുക, ആരാണ് റബ്ബ് എന്നുള്ള ചോദ്യം. ഈ ചോദ്യം കേൾക്കുമ്പോഴേക്ക് ഈ ഖബറിലുള്ള ഈ മഹൻ പറഞ്ഞത്, അത്തസ്അലൂനനി, എന്നോടാണോ ചോദ്യം? ചോദിക്കുന്നത് എന്നോടാണോ? ഞാൻ ആരെന്നറിയുമോ? ഞാൻ അബുൽ യസീദുൽ ബിസ്താമി റളിയല്ലാഹുവിന്റെ കെട്ടും പാണ്ടവും പുറത്തു നടന്നാളാ. അങ്ങനെ അയാള് മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് രക്ഷപ്പെട്ടു എന്നാണ്. കാരണം മഹാരഥന്മാരെ സ്നേഹിക്കുന്നവരും ചിലപ്പോൾ ഖബറിന്, നാം ഇപ്പോ വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ട് അല്ലെ? സൂറത്തുൽ കഹ്ഫിൽ ഒരുപാട് മനോഹരമായ സംഭവ ചരിത്രങ്ങൾ വിശദീകരിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അത്ഭുതകരമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ ഒരു നായയുടെ കഥ പറയുന്നുണ്ട്. ആ നായ സ്വർഗത്തിലേക്കാണ്. എന്താണ് ആ നായ ചെയ്ത നന്മ? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട മുഹല്ലമായ നജസായ ഒരു നായ സ്വർഗത്തിലാണ്. എന്തുകൊണ്ട്? അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ ആ നായ പോയി അസ്ഹാബുൽ കഹ്ഫിനെ ആ നായ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. അതാണ് ഔലിയാക്കൾ. അവർ ഔലിയാക്കളാണ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അല്ലാഹുവിന്റെ ഇഷ്ടമായ ദാസന്മാരെ സ്നേഹിക്കുന്നവർക്ക് പരലോകത്ത് രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഖബർ മണ്ണ് തിന്നാത്ത 10 വിഭാഗങ്ങൾ, ഇവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, ഖബർ മണ്ണ് തിന്നാത്ത, കഫം പുടക്കൊരു പോരിലേൽക്കാത്ത ഒരു വിഭാഗം അംബിയ, അംബിയാക്കളാണ്. ഹറമ ജസദുൽ അംബിയ, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂലാണെന്ന്. മദീനയിലേക്ക് പോയാൽ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ശരീരം അങ്ങനെ തന്നെ പച്ചയായി ഉണ്ടാകും. അമനോഹരമായ മുഖം ഇന്നും നമുക്ക് കാണാം. ഖബറിൽ റസൂലിന്റെ ശരീരത്തിനെ മണ്ണിന് ഹറാമാക്കിയിരിക്കുകയാണ്. യാ അല്ലാഹ്, ആ പൂമേനി, ആ പുണ്യ ശരീരം യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാരഥന്മാരൊക്കെ, അതുകൊണ്ടാണ് സയ്യിദന്മാരൊക്കെ സ്നേഹിച്ചത്. റസൂലിന്റെ ശരീരം, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല എന്നാണ്. ആ മദീനയിൽ പോകാൻ, മനസ്സ് നിറയെ സ്വലാത്തും സലാമുകൾ പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന്. രണ്ടാമത്തെ വിഭാഗം ഗാസിയാണ്, അതായത് യുദ്ധങ്ങളിൽ പങ്കെടുത്തവർ. അവർ ഖബറിൽ ആ മണ്ണ് തിന്നാത്ത ശരീരമാണ്. മറ്റൊന്ന് ആലിമീങ്ങളാണ്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ, ആലിമിന് ഒരുപാട് ഷർത്തുണ്ടറിയോ. ഇങ്ങനൊരു കമീസും ഈ തലപ്പാവ് ധരിച്ചത് കൊണ്ട് ആലിമൊന്നും ആവില്ല, അങ്ങനെ വിചാരിക്കരുത്. ആലിമാവണം. ആ ആലിമിന്റെ ശരീരത്തെ അള്ളാഹു മണ്ണ് തിന്നൂല. അത്തരത്തിലുള്ള ആലിമിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുത്തഖീങ്ങളായ ആലിമിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മൂന്നാമത്തെ വിഭാഗം ഷഹീദാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിൽ ഷഹീദായവർ, രക്തസാക്ഷികളായവർ. അഞ്ചാമത്തെ വിഭാഗം, ആ വിഭാഗത്തിൽ നമുക്ക് പെടാം. ഈ വിഭാഗത്തിൽ നമുക്ക് ഒരു ചെറിയ സമയം നീക്കിവെച്ചാൽ പെടാം. നമുക്ക് പെടാൻ സാധിച്ചാൽ നമ്മുടെ പിഞ്ചു മക്കൾ എങ്കിലും ഈ വിഭാഗത്തിൽ പെടുത്താൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഹാമിലുൽ ഖുർആനാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കുക. അവർ നാളെ ഖബറിൽ രക്ഷപ്പെട്ടോട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഹാമിലുൽ ഖുർആനാണ്. അതുപോലെ ആറാമത്തെ വിഭാഗം ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ് ഇമാമുൽ ആദിൽ. ഏഴാമത്തെ വിഭാഗം മുഅദ്ദിനാണ്, ബാങ്ക് വിളിക്കുന്ന നമ്മുടെ പള്ളിയുടെ ഉസ്താദന്മാർ. ഇവർക്ക് നിസ്സാരമായി കാണുന്നവരുണ്ട്. നിങ്ങൾക്കൊക്കെ കമ്മിറ്റിക്കാർക്കും പലർക്കും അവർ നിസ്സാരാണെങ്കിൽ നാളെ പരലോകത്ത് അവരുടെ ഒരു ഈമാനിന്റെ പവർ നമുക്ക് കാണാനുണ്ട്. അവരുടെ ഈമാന്റെ ആ പവർ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ അത്ഭുതപ്പെടുത്തും. എട്ടാമത്തെ ഒരു വിഭാഗം നിഫാസ്, രക്തത്തിൽ മരണപ്പെട്ട സ്ത്രീകൾ, അതായത് കുട്ടിയെ പ്രസവിച്ച് മരിക്കുന്ന ആ നിഫാസ് രക്തത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ മരിക്കുന്ന സ്ത്രീകൾ. അവരുടെ സർവഭാവങ്ങൾ പുറക്കപ്പെടും. അവരുടെ ശരീരം മണ്ണ് തിന്നൂല എന്നാണ്. ഒന്നാമത്തെ വിഭാഗം ഖുത്തില മദ്ലൂമൻ, അക്രമമായി കൊല ചെയ്യപ്പെട്ടവൻ. തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പോയി ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ അക്രമമായി ഒരാൾ വധിക്കപ്പെട്ടു. അയാൾ ഖബറിൽ പോയാൽ അയാളുടെ ശരീരവും മണ്ണ് തിന്നൂലെന്നാണ്. പത്താമത്തെ വിഭാഗം വെള്ളിയാഴ്ച രാത്രിയോ പകലോ മരണപ്പെട്ടവർ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരു മരണം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആ ഒരു വിഭാഗമാണ് മറ്റൊരു വിഭാഗം. വെള്ളിയാഴ്ച മരണപ്പെടുന്നവർക്ക് ഖബറിൽ ശിക്ഷയില്ല, ഖബറിൽ ചോദ്യവും അവർക്കുണ്ടാവുകയില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.